ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമുക്കെല്ലാം അറിയാം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ കേരള PSCയുടെ നിരവധി 10th ലെവൽ പ്ലസ് 2 ലെവൽ പരീക്ഷകളൊക്കെ നടന്നിരുന്നു അല്ലേ? നമുക്കറിയാം, നമ്മുടെ യൂണിഫോം തസ്തികയിലേക്കുള്ള വിവിധ പരീക്ഷകൾ അല്ലേ? പോലീസ് കോൺസ്റ്റബിൾ, അല്ലെങ്കിൽ WCPO, CPO, പോലീസ് ഡ്രൈവർ, അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡ്രൈവർ അടക്കമുള്ള നിരവധി പരീക്ഷകളും ASM പോലെയുള്ള പരീക്ഷകളെല്ലാം നമുക്കറിയാം 10th ലെവൽ പ്ലസ് 2 ലെവൽ പരീക്ഷകളായിരുന്നു. ഈ പരീക്ഷകളുടെ എല്ലാം സിലബസിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന, എന്നാൽ നമുക്ക് കൃത്യമായി മാർക്ക് ഉറപ്പിക്കാൻ, പഠിച്ചാൽ മാർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അല്ലേ? LDC മുതൽ ഇങ്ങോട്ട് നമുക്ക് എല്ലാ പരീക്ഷകളുടെയും സിലബസിൽ ഈ ടോപ്പിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഈ വരുന്ന മാസങ്ങളിൽ കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 10th ലെവൽ മുതൽ പ്ലസ് 2 ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകളുടെയും സിലബസിലുള്ള സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാനും ഉത്തരങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ മാർക്ക് ചെയ്യാനും ശ്രമിക്കുക. സുപ്രധാന നിയമങ്ങളെക്കുറിച്ചുള്ള സിലബസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ സിലബസിൽ അല്ലേ? വിവരാവകാശ നിയമം മുതൽ പോക്സോ നിയമം മുതൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം മുതൽ മനുഷ്യാവകാശ നിയമം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന വിവരാവകാശ നിയമവും IT ആക്ട് അടക്കമുള്ള നമ്മുടെ സുപ്രധാന നിയമങ്ങളാണ്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികളെ, ഇത് ആദ്യ ചോദ്യം നോക്കുക. കേരള PSCയുടെ പ്രീവിയസ് ചോദ്യമാണിത്. നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. എന്താണ് ചോദ്യം? നോക്കൂ. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ വരുന്നവ? ഇതാണ് ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കണം. ചുവടെ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ വരുന്നവ? ഇതാണ് ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും. ശ്രദ്ധിക്കണേ. 2, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം. സ്റ്റേറ്റ്മെന്റ് 3, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 4, മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ, ഇതിൽ ഏതാണ് ശരി ഉത്തരം? കണ്ടോ? അപ്പൊ നമുക്കറിയാം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1993 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മനുഷ്യാവകാശം എന്നാൽ എന്ത് എന്നൊരു ഡെഫിനിഷൻ ഉണ്ട്, നിർവചനം. അതിന് പ്രകാരം എന്താണ് മനുഷ്യാവകാശം എന്നതിന്റെ നിർവചനത്തിൽ നിന്ന് ആ നിർവചനത്തെ ബ്രേക്ക് ചെയ്താണ് ഈ സ്റ്റേറ്റ്മെന്റ് PSC ചോദിച്ചത്. കണ്ടോ? അപ്പൊ നിർവചനങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഇവിടുത്തെ ശരി ഉത്തരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ സ്റ്റേറ്റ്മെന്റ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്, ഇൻകംപ്ലീറ്റ് ആണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്നതാണ് ശരി. എന്തുകൊണ്ടെന്നാൽ അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 4 മാത്രം ശരിയെന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, ഓപ്ഷനിൽ വേണ്ടേ? ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ B, സൂചന 4 ശരിയെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? എന്തുകൊണ്ടാണ് ഈ ആദ്യ 3 സ്റ്റേറ്റ്മെന്റുകൾ അപൂർണമാണെന്നത് നമുക്ക് ശരിയായി വിലയിരുത്തേണ്ടി വന്നത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട്? അപ്പൊ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും തെറ്റാണ്. ജീവനും സ്വത്തിനൊന്നും അവകാശം നൽകുന്നില്ല. നമുക്കറിയാം, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ട ഒരു അവകാശമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലേ? നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ? റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഡിലീറ്റഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു ദി 44th അമെൻഡ്മെന്റ് ആക്ട്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഒഴിവാക്കിയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ സ്വത്തവകാശം ഇല്ല. അപ്പൊ ജീവനും അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും നീതിക്കും എല്ലാമാണ് സംരക്ഷണം നൽകുന്നത്. ജീവനും സ്വത്തിനും എന്നത് തെറ്റാണ്. അതുകൊണ്ട് അത് അപൂർണമാണെന്ന് മനസ്സിലായില്ല, അത് ശരിയല്ല. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം. അപ്പൊ ഇത് ഓർത്തിരിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ നിയമങ്ങളിലോ ഇന്ത്യൻ ഭരണഘടനയിലോ പ്രതിപാദിക്കുന്ന അവകാശങ്ങൾ മാത്രമല്ല, പിന്നെയോ
അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം തീരുമാനിച്ച് നൽകിയിട്ടുള്ള അവകാശങ്ങൾ കൂടി ഈ മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും അപൂർണമാണെന്ന് മനസ്സിലായി. കണ്ടോ? പിന്നെ 3 നോക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ എന്നത് തെറ്റാണ്. എല്ലാ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ അല്ല, നേരെ മറിച്ച് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്ന അവകാശങ്ങളാണെങ്കിൽ പോലും അത് ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയൂ. ഒന്നുകൂടെ പറയട്ടെ, അത് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്നതും പിന്നെ ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതും എന്നതാണ് ശരി. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. അപ്പൊ ഇവിടെ ശരി ഉത്തരം ഏതാണ്? മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയോടോ? നമുക്ക് ഭാഗത്തേക്കൊന്ന് പോകാം. ഉദ്യോഗാർത്ഥികളെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം മനുഷ്യാവകാശ നിയമം എന്നാൽ സെക്ഷൻ 2 മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് 2 പറയുക. എന്താണ് മനുഷ്യാവകാശം? നോക്കുക. ജീവൻ, ഒരു വ്യക്തിയുടെ ജീവൻ, പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. 4 കാര്യങ്ങളാണ്, മറന്നു പോകരുത്. ജീവൻ, സ്വത്തുണ്ടോ? ഇല്ല. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകുന്നതും മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭിക്കുന്നതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതുമായ അവകാശങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതുമായ അവകാശങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് മനുഷ്യാവകാശത്തിന്റെ ഡെഫിനിഷൻ, അല്ലേ? നമുക്കെല്ലാം അറിയാം, പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. 93 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത് എന്നൊരു ചോദ്യമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഉണ്ടോ? ഇത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ 2(1)A, 2(1)C, 2(1)D, 2(1)F. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് സെക്ഷൻ 2 ഈ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ്. അത് മനുഷ്യാവകാശം, മനുഷ്യാവകാശ കോടതി, അന്താരാഷ്ട്ര ഉടമ്പടി, മനുഷ്യാവകാശം എന്നാൽ എന്ത്, മനുഷ്യാവകാശ കമ്മീഷൻ, ഇതെല്ലാം നിർവചനവും പറയുന്ന മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 2(1)A മുതൽ ഇങ്ങോട്ട് കിടക്കുകയാണ്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് 2(1)C ആണ്. ഇവിടുത്തെ ശരി ഉത്തരം 2(1)C ആണ്. നമുക്ക് നോക്കാം എന്താ പറയാന്ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ, അല്ലെ? അതുപോലെ തന്നെ മുതലാളിയുടെ എല്ലാം തന്നെ രൂപീകരണത്തിന് കാരണമായ അപ്പൊ ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയെല്ലാം രൂപീകരിക്കാൻ അടിസ്ഥാനമായ നിയമം അറിഞ്ഞുകൂടെ? ഏതാണ്? ദേശീയ മനുഷ്യാവകാശ നിയമം 1993. ദേശീയ മനുഷ്യാവകാശ നിയമം 1993 ആണ്, അല്ലെ? ദേശീയ മനുഷ്യാവകാശ നിയമം 1993 പ്രധാനപ്പെട്ട 2 ഭേദഗതികൾ 2 വർഷങ്ങളിൽ, ഒന്ന് 2006-ലും 2019. 2006-ലും 2019-ലും ഭേദഗതികൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ആദ്യം ഓർത്തിരിക്കുക. മനുഷ്യാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ഓർത്തു വയ്ക്കാമല്ലോ, 8 അധ്യായങ്ങൾ, അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് എത്രയാണ്? 8 അധ്യായങ്ങളാണ്, അല്ലെ? അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ലോകസഭയിൽ എന്നാണ് ഈ നിയമം പാസ്സാ? നമുക്കറിയാം, ഒരു ബില്ല് പാർലമെന്റ് 2 സഭകളും പാസ്സാക്കണം, വേണ്ടേ? ആദ്യം പാസ്സാക്കിയത് ലോകസഭയാണ്. എന്നാണ് നോക്കുക. 93 ഡിസംബർ 18. 1993 ഡിസംബർ 18 മനുഷ്യാവകാശ നിയമം ലോകസഭ പാസ്സാക്കി. നോക്കുക. രാജ്യസഭ പാസ്സാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 93 ഡിസംബർ 22. 93 ഡിസംബർ 18 ലോകസഭയും ഡിസംബർ 22 രാജ്യസഭയും പാസ്സാക്കി. നമുക്കറിയാം, എ ബിൽ ബിക്കെയിം ആൻ ആക്ട് ഓൺലി വിത്ത് ദി അസെന്റ് ഓഫ് ദി പ്രസിഡന്റ്. രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബിൽ എന്താകൂ? നിയമമാകൂ. അങ്ങനെയെങ്കിൽ മനുഷ്യാവകാശ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച് നിലവിൽ വന്നതെന്ന ഉത്തരം 94 ജനുവരി 8 ഉണ്ടോ? 1994 ജനുവരി 8 ഈ നിയമം പ്രാബല്യത്തിൽ വന്നു, അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു, അല്ലെ? രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് ജനുവരി 8. ഇനി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് നിലവിൽ വരിക. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത്
ചോദിച്ചാൽ 94 ജനുവരി 10. 94 ജനുവരി 10 ഈ നിയമം എന്ത് ചെയ്തു? ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ നിലവിൽ വന്നു. അപ്പൊ ഇത്രയും ഡേറ്റിൽ ഓർത്തിരിക്കാമല്ലോ. ദേശീയ മനുഷ്യാവകാശ നിയമം അല്ലെ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1994 ജനുവരി 10. 94 ജനുവരി 10 നിലവിൽ വന്നു. അപ്പൊ ഈ ഡേറ്റുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക അല്ലെ. ഇനി പ്രധാനപ്പെട്ട അധ്യായങ്ങളിലേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞു 8 അധ്യായങ്ങൾ. അധ്യായം 1 പ്രാരംഭികം, പ്രിലിമിനറി. മനസ്സിലാവുന്നുണ്ടോ? പ്രാരംഭികം, അതായത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഇതിന്റെ പേര്, ഈ നിയമത്തിന്റെ വ്യാപ്തി, ഈ നിയമം എവിടെയെല്ലാം ബാധകമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്ന അധ്യായം 2 ആണ്. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും അല്ലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നത് അധ്യായം 3. അധ്യായം 4 നടപടിക്രമങ്ങളെ പറ്റിയാണ്, പ്രൊസീജിയർ അല്ലെ കമ്മീഷന്റെ നടപടിക്രമങ്ങളാണ്. അധ്യായം 5 എന്നറിയപ്പെടുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് അധ്യായം എന്താണ് 2 ആണെങ്കിൽ ഓർത്തിരിക്കണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം എത്രയാണ്? അധ്യായം 5. നിയമത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ നിയമം 993 അല്ലെ. ഇനി അധ്യായം 6 ഫിനാൻസ് അക്കൗണ്ടുകൾ ഓഡിറ്റ്. ഫിനാൻസ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ആണ് അധ്യായം 6 മനുഷ്യാവകാശ കോടതിയാണ്. അധ്യായം 7 ഫിനാൻസ്, അതുപോലെ അക്കൗണ്ടുകൾ, ഓഡിറ്റ് മുതലായ കാര്യങ്ങൾ. ഇനി അവസാനം അധ്യായം 8 മിസ്സെലേനിയസ് ആണ്, പല വക. ഇത്രയാണ് അധ്യായങ്ങൾ, മറന്നുപോരുത്. മനുഷ്യാവകാശ നിയമത്തിൽ 1-ാമത്തെ അധ്യായം എന്തിനെ പറ്റി പറയുന്നു? 2-ാമത്തെ അധ്യായം അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം ഏത് എന്നൊക്കെ ചോദിക്കാം. പെട്ടെന്ന് ഒന്നുകൂടെ പറയുക. അധ്യായം 1 പ്രാരംഭികം, പ്രിലിമിനറി. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും പറ്റി പറയുന്നു. അധ്യായം 4 നടപടിക്രമങ്ങളെ പറ്റി പറയുന്നു, പ്രൊസീജിയർ ആണ്. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. അധ്യായം 6 മനുഷ്യാവകാശ കോടതികളെ പറ്റിയാണ് പറയുക, മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 7 ഫിനാൻസ്, അക്കൗണ്ട്, ഓഡിറ്റ് എന്നിവയെ പറ്റിയും. അധ്യായം 8 മിസ്സെലേനിയസ് ആണ് എന്ന കാര്യം കൂടി നിങ്ങളിവിടെ ഓർത്തിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നിർവചനങ്ങൾ. ഞാൻ പറഞ്ഞു മനുഷ്യാവകാശ നിയമത്തിൽ നമ്മുടെ ഇവിടുത്തെ ചോദ്യം തന്നെ മനുഷ്യാവകാശം എന്നാൽ എന്ത് എന്നതുള്ള ചോദ്യം. അപ്പൊ നിർവചനങ്ങൾ, ഡെഫിനിഷൻ പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 ആണ്. 2 ക്ലോസ് 1 മുതൽ ഇങ്ങോട്ടാണ് നിർവചനങ്ങൾ. അപ്പോ നിർവചനങ്ങൾ പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ മറന്നുപോകരുത്. സെക്ഷൻ ഏതാണ്? 2(1) ആണ് നിർവചനങ്ങൾ. കിട്ടിയല്ലോ. 2(1)(a) സായുധ സേനകൾ എന്നതിന്റെ നിർവചനം. ആംഡ് ഫോഴ്സ്, സായുധ സേനകൾ അല്ലെ. സായുധ സേനകൾ എന്നാൽ നാവിക, കര, വ്യോമസേനകൾ എന്നാൽ അർത്ഥമാക്കുന്നതും അല്ലെ. എന്താ പറയുക? നാവിക, കര, വ്യോമസേനകൾ എന്ന് അർത്ഥമാക്കുന്നതും അതിൽ യൂണിയന്റെയോ മറ്റേതെങ്കിലും സായുധ സേനകൾ ഉൾപ്പെടുന്നതുമാകുന്നു അല്ലെ എന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ യൂണിയന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സായുധ സേനകളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ 2(1)(a). 2(1)(b) ചെയർപേഴ്സൺ എന്നതിന്റെ നിർവചനമാണ്. എന്തെന്നാണ്? ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ എന്നാൽ കമ്മീഷന്റെയോ അല്ലെങ്കിൽ ആയിരിക്കുന്ന പോലെ സംസ്ഥാന കമ്മീഷന്റെയോ ദേശീയ കമ്മീഷന്റെയോ സംസ്ഥാന കമ്മീഷന്റെയോ ചെയർപേഴ്സൺ എന്ന് അർത്ഥമാക്കുന്നു. അപ്പോ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയോ ചെയർപേഴ്സൺ അർത്ഥമാകുന്നു. 2(1)(b). 2(1)(c) ആണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അതായിരുന്നു അല്ലെ. എന്തായിരുന്നു ചോദ്യം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി നിർവചിക്കുന്ന നിർവചനം പറയുന്ന സെക്ഷൻ 2(1)(c) നമ്മൾ പറഞ്ഞു അല്ലെ. 2(1)(c) കമ്മീഷൻ എന്നാൽ 3-ാം വകുപ്പിന് കീഴിൽ രൂപീകരിക്കപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നർത്ഥമാക്കുന്നു. അപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെന്ന് പറയുന്ന സെക്ഷനാണ് 2(1)(c). ഇനി നമുക്കറിയാം 2(1)(d). 2(1)(d)യിലാണ് നമ്മുടെ മനുഷ്യാവകാശത്തിന്റെ നിർവചനം, ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് മനുഷ്യാവകാശം എന്നാൽ? ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതോ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ചേർത്തിട്ടുള്ളതോ ആയതും ഭാരതത്തിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതുമായ വ്യക്തിയുടെ ജീവനും, പിന്നെ എന്തിനൊക്കെയാണ്? ജീവനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്നാണ് മനുഷ്യാവകാശത്തിന്റെ നിർവചനം. ഇനി 2(1)(d) കഴിഞ്ഞാൽ ഈ 2(1) ഈ മനുഷ്യാവകാശ കോടതികളാണ് അല്ലെ.
എന്താണ് മനുഷ്യാവകാശ കോടതികൾ? ഈ നിയമത്തിലെ 10ാം വകുപ്പിന് കീഴിൽ നിർദ്ദേശിച്ചിട്ടുള്ള മനുഷ്യാവകാശ കോടതികളെയാണ് ഇതുകൊണ്ട് അർത്ഥം. മനുഷ്യാവകാശ കോടതി എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിലെ തന്നെ സെക്ഷൻ 10 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള കോടതികൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഓർത്തിരിക്കുക. അധ്യായം 2 ഉൾപ്പെടുന്ന വകുപ്പുകൾ 3 മുതൽ 11 വരെയുള്ള സെക്ഷനുകൾ അല്ലെ, 3 മുതൽ 11 വരെയാണ് പ്രതിപാദിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ചെല്ലാം തന്നെ പ്രതിപാദിക്കുന്നു അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെക്ഷൻ 3 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റിയെല്ലാം പ്രതിപാദിക്കുക എന്ന് പറഞ്ഞില്ലേ. അതിൽ തന്നെ ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ അല്ലെ പ്രധാനമായിട്ടും വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനു വേണ്ടിയുമാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു കമ്മീഷനെ രൂപീകരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം മനുഷ്യാവകാശം എന്നാൽ ഒരു വ്യക്തിയുടെ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്, 4 കാര്യങ്ങൾ. ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതോ അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം പരാമർശിക്കുന്നതോ ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതോ ആയ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് അല്ലെ. 1, അപേക്ഷ ഒരു BPL വ്യക്തിയാണെങ്കിൽ. 2, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്. സ്റ്റേറ്റ്മെന്റ് 3, 45 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത്. 4, ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്നിടത്ത്. 4 സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഇവിടുത്തെ ഒന്ന് ഈ ക്വസ്റ്റ്യന്റെ ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ. നമ്മുടെ PSCയുടെ ഒരു പ്രശ്നം, പല ഇംഗ്ലീഷ് ചോദ്യങ്ങളും മലയാളത്തിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയൊക്കെ തർജ്ജമ ചെയ്യുന്നതിൻ്റെ ഒരു ആക്യുറസിക്ക് ഒരു പ്രശ്നമുണ്ട്. എങ്കിലും നമുക്ക് മനസ്സിലാക്കണം, വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ ട്രഷറിയിൽ അടച്ചോ നേരിട്ടടച്ചോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഫീസ് ഒഴിവാക്കിയിട്ടുള്ള ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, അത് BPL വിഭാഗമാണ്. തർക്കമില്ല. ആർക്കാണ്? BPL വിഭാഗം. അപ്പോൾ ഫീസ് ഒഴിവാക്കിയിട്ടുള്ള വിഭാഗമാര്, ഫീസ് നൽകേണ്ടാത്തതില്ലാത്തതാരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? അപേക്ഷകൻ BPL വ്യക്തിയാണെങ്കിൽ എന്നതാണ് ശരി ഉത്തരം. ഉണ്ടോ? 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയപ്പെട്ട എന്താണ്? അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ എന്നതാണ് ശരി ഉത്തരം. എന്നാൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത് വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണെന്നൊരു വിവരമുണ്ട്. അതായത് ഈ അപേക്ഷ കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ, അതായത് നിശ്ചിത സമയപരിധി, ഓരോരുത്തരും ഓരോ സമയപരിധി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടണം. കേട്ടിട്ടില്ലേ നിങ്ങൾ? അപേക്ഷ കൊടുക്കുന്നത് ഒരു ആർക്കാണെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എത്ര ദിവസം? 35 ദിവസം. ഇനി ഒരു വ്യക്തിയുടെ ജീവനെയും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ മറുപടി കൊടുക്കണം അല്ലേ. എന്നാൽ ഈ സമയപരിധിക്കുള്ളിൽ മറുപടി നൽകാൻ കഴിയാതെ വന്നാൽ, നൽകാൻ പരാജയപ്പെട്ടാൽ അത്തരം വിവരങ്ങൾ സൗജന്യമായി നൽകണം എന്നതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സൗജന്യമായി വിവരങ്ങൾ നൽകേണ്ടതാണെന്ന് ഓർത്തിരിക്കണം. അപ്പൊ എന്താണെങ്കിലും ശരി, അപ്പോ വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഇവിടെ ഉത്തരം അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ, അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ എന്നതാണ് ശരി ഉത്തരം. എന്നാൽ ഈ പറയപ്പെട്ട നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിലും എന്താണ്? അപേക്ഷകന് ആ മറുപടി സൗജന്യമായി നൽകേണ്ടതാണ് എന്നൊരു ഭാഗം കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കണം. നമുക്ക് നോക്കാം. അപേക്ഷയുടെ തീർപ്പാക്കലിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 7. മറന്നുപോകരുത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയുടെ തീർപ്പാക്കലിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണോ? സെക്ഷൻ 7 ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസങ്ങളിലാണ്? ഞാൻ പറഞ്ഞില്ലേ, 30 ദിവസം. ഇത് പ്രത്യേകം ഓർക്കണം. അവധി ദിനങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് 10. അതായത് പബ്ലിക് ഹോളിഡേസ്, ഞായറാഴ്ച എല്ലാം ഉൾപ്പെടെയാണ് 30 ദിവസത്തിനുള്ളിൽ. ഇനിയോ
അപേക്ഷ കൊടുക്കുന്നത് ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, APIO, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നത്. എത്ര ദിവസത്തിനാണ്? 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഒരു വ്യക്തിയുടെ ജീവനെയോ അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന, ജീവനെയോ സ്വത്തിനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 48 മണിക്കൂർ. ഉണ്ടോ? 47. അപ്പോൾ വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസം, ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ, അല്ലേ എന്നൊക്കെ ഓർത്തിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ്, പ്രസ്തുത കാലാവധിക്കുള്ളിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ വിവരത്തിനായുള്ള അപേക്ഷയിൽ തീരുമാനം നൽകുന്നതിൽ പരാജയപ്പെടുന്നുവെങ്കിൽ ആ അപേക്ഷ നിരസിച്ചതായി കരുതപ്പെടാം. മാത്രമല്ല എന്ത് ചെയ്യണം? ആവശ്യപ്പെട്ട വിവരം സമയപരിധിക്കുള്ളിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ വിവരം അപേക്ഷകന് സൗജന്യമായി നൽകേണ്ടതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപേക്ഷ എന്ത് ചെയ്യണം? സൗജന്യമായി നൽകേണ്ടതാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കണം, മറന്നുപോകരുത്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ വിവരത്തിനായുള്ള അപേക്ഷയിൽ തീരുമാനം നൽകുന്നതിൽ പരാജയപ്പെട്ടുവെങ്കിൽ, അല്ലേ, തീരുമാനം നൽകാൻ പരാജയപ്പെട്ടുവെങ്കിൽ ആ അപേക്ഷ നിരസിച്ചതായി കണക്കാക്കും. മാത്രമല്ല ആവശ്യപ്പെട്ട വിവരം സമയപരിധിക്കുള്ളിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ വിവരം അപേക്ഷിച്ച വ്യക്തി ആരാണോ അയാൾക്ക് സൗജന്യമായി നൽകേണ്ടതാണ് എന്ന കാര്യം കൂടി നമ്മളവിടെ ഓർത്തിരിക്കണം. ഓക്കെ, വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന വാക്കിന്റെ നിർവചനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇതും നമുക്കറിയാം, സീനിയർ സൂപ്രണ്ടന്റ്, ലോവർ ഡിവിഷൻ, ജൂനിയർ അസിസ്റ്റന്റ്, നമുക്കറിയാം ചോദിച്ച ചോദ്യമാണ്. 2 ഓപ്ഷനുകൾ. ഒന്ന്, അവൻ അല്ലെങ്കിൽ അവൾ അന്വേഷിക്കുന്ന വിവരങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്തൊരു പൊതു ഓഫീസിൽ നിന്ന് വിവരങ്ങൾ തേടുന്ന ഒരു പൗരൻ. ബി, വിവരത്തിനായി അഭ്യർത്ഥന നടത്തിയിട്ടുള്ള പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി, കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതായത് വിവരാവകാശ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് കാണുന്ന ഒരു വാക്കാണ് തേർഡ് പാർട്ടി, അല്ലെ, മൂന്നാം കക്ഷി. മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇവിടെ ഈ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്ന് പറയുമ്പോൾ എന്താണ്? വിവരത്തിനായി അഭ്യർത്ഥിക്കുന്ന വ്യക്തി ഒഴികെ മറ്റേതൊരു വ്യക്തിയുമാകാം, ഒപ്പം ഒരു പബ്ലിക് അതോറിറ്റി, പൊതു അധികാര കേന്ദ്രവും ആകാം, അല്ലെ, ഒരു പഞ്ചായത്താകാം, ഒരു സർക്കാർ ഓഫീസാകാം, ഒരു പ്രധാനപ്പെട്ട ഒരു അതോറിറ്റി ആകാം. ഇതെല്ലാം തേർഡ് പാർട്ടി നിർവചനത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നോക്കുക, അപേക്ഷയുടെ തീർപ്പാക്കലിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഏത് വകുപ്പാണ്? സെക്ഷൻ 7 പ്രതിപാദിക്കുക. ദിവസങ്ങളുടെ എല്ലാം പ്രത്യേകതയും നമ്മൾ പറയുകയും ചെയ്തു. ആവശ്യപ്പെടുന്ന വിവരം സമയപരിധിക്കുള്ളിൽ വീഴ്ച വരുത്തിയാൽ ആ വിവരം എന്ത് ചെയ്യണം? സൗജന്യമായി നൽകേണ്ടതാണെന്നൊക്കെ നമ്മൾ പറയും. ഇനി മൂന്നാം കക്ഷി വിവരം എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി. നോക്കുക, 2N എന്ന വകുപ്പാണ് നമ്മുടെ തേർഡ് പാർട്ടിയുടെ നിർവചനം പറയുക. അപ്പോ നോക്കുക, വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷി വിവരത്തിന്റെ നിർവചനം, മൂന്നാം കക്ഷി എന്ന വാക്കിന്റെ നിർവചനം പറയുന്ന വകുപ്പ് 2N. എന്താണ് തേർഡ് പാർട്ടി? വിവരത്തിനായി അഭ്യർത്ഥിക്കുന്ന പൗരൻ ഒഴികെയുള്ള വ്യക്തികളെ അർത്ഥമാക്കുന്നു. ഉണ്ടോ? കൂടാതെ പബ്ലിക് അതോറിറ്റിയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വിവരത്തിനായി അഭ്യർത്ഥിക്കുന്ന പൗരൻ ഒഴികെയുള്ള മറ്റേതൊരു വ്യക്തിയും ഈ തേർഡ് പാർട്ടി ആകാം, ഒപ്പം ഒരു പബ്ലിക് അതോറിറ്റി, പൊതു അധികാര സ്ഥാപനവും തേർഡ് പാർട്ടി നിർവചനത്തിൽ ഉൾപ്പെടുന്നു. 2N. ഒരു അപ്പീലുകാരന്റെ സ്വന്തം പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാത്ത വിവരങ്ങൾ തേടുകയോ അല്ലെങ്കിൽ അവർ ഒഴികെയുള്ള നിരവധി ആളുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മൂന്നാം കക്ഷി ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ സമ്മതിക്കുന്നതുവരെ വിവരങ്ങൾ നൽകാൻ പാടില്ല. മനസ്സിലാവും? ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തു, അതിൽ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്, അല്ലെ. ഒരു അപ്പീലുകാരൻ തന്റെ സ്വന്തം പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാത്ത വിവരങ്ങൾ തേടുകയോ അല്ലെങ്കിൽ അവർ ഒഴികെയുള്ള നിരവധി ആളുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മൂന്നാം കക്ഷി ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത് വരെ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്ന കാര്യം കൂടിയുള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ സമ്മതം, തേർഡ് പാർട്ടിയുടെ വിശദീകരണം, കൺസെന്റ് ഇതിൽ വിവരങ്ങൾ നൽകാൻ ആവശ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ നോക്കുക, ഒരു വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നു, ആ അപേക്ഷയിൽ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഉൾപ്പെടുന്നുവെങ്കിൽ മൂന്നാം കക്ഷി വിവരങ്ങൾ
ആരായുന്നുവെങ്കിൽ മറുപടി നൽകേണ്ടത് 30 ദിവസമല്ല, എത്ര ദിവസമാണ്? 40 ദിവസത്തിനുള്ളെന്നാണ് ഉത്തരം. മറന്നുപോരുത്. വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ അതിൽ മൂന്നാം കക്ഷി വിവരം ഉൾപ്പെടുന്നെങ്കിൽ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 40 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്. ഇനിയോ, ഞാൻ പറഞ്ഞില്ലേ, മൂന്നാം കക്ഷിയോട് തങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ ചോദിച്ചിരിക്കുന്നു. വെളിപ്പെടുത്താവുന്നതാണോ എന്ന കാര്യത്തിൽ അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസം. അപ്പൊ മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി ചോദിച്ചാൽ മറന്നുപോയി എത്ര ദിവസമാണ്? 5 ദിവസം. ഇനിയോ, മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധിയാണ് 10 ദിവസം. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാൻ ഉള്ള സമയപരിധി എത്ര ദിവസമാണ്? 10 ദിവസമാണെന്ന് ഓർത്തിരിക്കുക. അപേക്ഷ മറ്റൊരു വിവരാവകാശ അധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസം. അപ്പോൾ തേർഡ് പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. തേർഡ് പാർട്ടിയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 2N ആണ് മൂന്നാം കക്ഷി, അല്ലെ? മൂന്നാം കക്ഷി എന്നാൽ വിവരത്തിനായി അഭ്യർത്ഥിക്കുന്ന വ്യക്തി ഒഴികെയുള്ള മറ്റേതൊരു വ്യക്തിയെയും ഒരു പൊതു അതോറിറ്റിയെയും ഉൾപ്പെടുന്നു എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ്, മൂന്നാം കക്ഷി വിവരങ്ങൾ ഉൾപ്പെടുന്നെങ്കിൽ മറുപടി 40 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാനുള്ള സമയപരിധി 5 ദിവസം. ഇനിയോ, മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാവകാശ അധികാരി കൈമാറാൻ 5 ദിവസമാണ് സമയപരിധി എന്നൊക്കെ ഓർത്തിരിക്കുക. ഇനി വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ നമ്മൾ തൃപ്തരല്ല, അങ്ങനെയെങ്കിൽ നമുക്ക് അപ്പീൽ സമർപ്പിക്കാമോ? സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ച് മറുപടി കിട്ടിക്കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ നൽകാം. 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ നൽകേണ്ടതാണ് അല്ലോ. എന്നാൽ 30 ദിവസത്തിനുള്ളിൽ മതിയായ കാരണം ഉണ്ടെങ്കിൽ, മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ അത് 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് അപ്പീൽ സമർപ്പിക്കാം. അപ്പോൾ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. എന്നാൽ മതിയായ കാരണം ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നാം അപ്പീൽ സമർപ്പിക്കാം. ഇനി രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടതോ? അത് ഒന്നാം അപ്പീൽ നമ്മൾ മറുപടി ലഭിച്ച്, ഒന്നാം അപ്പീലിന് മറുപടി ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ, എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധിയെ പറ്റി പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ഓർത്തിരിക്കണം. അപ്പൊ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ 10th ലെവൽ +2 ലെവൽ പരീക്ഷകളുടെ സിലബസിന് അടിസ്ഥാനമാക്കിയ സുപ്രധാന നിയമങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് വന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ലോങ് ടേം ബാച്ചുകൾ, അല്ലേ, 10th ലെവൽ +2 ലെവൽ ബാച്ചുകൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നടന്നു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ബാക്കി പ്രധാനപ്പെട്ട വസ്തുക്കളുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.